കൂടത്തായി കൂട്ടക്കൊലക്കേസിലെ പ്രതി ജോളിയെ എല്ലാവർക്കും അറിയാം. നബീസ കൊലക്കേസിലെ ഫസീലയെ അത്ര പരിചയം ഉണ്ടാവില്ല. മണർക്കാട് 71-കാരി നബീസയെ കൊച്ചുമകനായ ബഷീറും ഭാര്യ ഫസീലയും ചേർത്ത് കൊലപ്പെടുത്തിയ രീതിക്ക് ജോളിയുടെ കൊലപാതക ശൈലിയോട് സാദൃശ്യമുണ്ട്. ഭക്ഷണത്തിൽ വിഷം കലർത്തി ആളെ കൊല്ലുന്ന ജോളിയുടെ രീതി തന്നെയാണ് ഫസീലയും പരീക്ഷിച്ച് വിജയിച്ചത്. ഭർത്തൃപിതാവിനെ വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് നബീസയെ വകവരുത്തിയത്. 2016 ജൂൺ 24-നാണ് കരിമ്പുഴ തോട്ടര ഈങ്ങാട്ടോടൻ മമ്മിയുടെ ഭാര്യ നബീസയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആര്യമ്പാവ് ഒറ്റപ്പാലം റോഡിൽ നായാടിപ്പാറയ്ക്ക് സമീപം റോഡരികിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. കൊലപാതകത്തിന് 4 ദിവസം മുൻപ് നബീസയെ ബഷീർ നമ്പ്യാൻകുന്നിലുള്ള തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. നോമ്പ് തുറക്കാനായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ബഷീറും ഫസീലയും നബീസയെ ഇല്ലാതാക്കിയത്. ജൂൺ 22-ന് രാത്രി ചിതലിനുള്ള മരുന്ന് ചീരക്കറിയിൽ ചേർത്ത് നബീസയ്ക്ക് കഴിക്കാൻ നൽകി. എന്നാൽ ഫസീലയുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി നബീസയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. എങ്ങനെയും നബീസയെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെ അന്ന് രാത്രി ബലമായി നബീസയെ വിഷം കുടിപ്പിക്കുകയായിരുന്നു. മരിച്ചെന്ന് ഉറപ്പിച്ച ശേഷം മൃതദേഹം ഒരു ദിവസം വീട്ടിൽ സൂക്ഷിച്ചു. 24-ന് രാത്രിയോടെ ബഷീറും ഫസീലയും തയ്യാറാക്കിയ ആത്മഹത്യാക്കുറിപ്പ് മൃതദേഹം റോഡിൽ ഉപേക്ഷിച്ചതോടൊപ്പം ഉണ്ടായിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് നോട്ട്ബുക്കിൽ ഫസീല പലതവണ എഴുതിയിരുന്നതായും ഇത് മറ്റൊരു പേപ്പറിലേക്ക് പകർത്തി എഴുതിയത് ബഷീറാണെന്നും പോലീസ് കണ്ടെത്തി. എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ സഞ്ചിയിൽ നിന്നും കണ്ടെടുത്തതോടെയാണ് ഇത് കൊലപാതകമെന്ന സൂചന പോലീസിന് കിട്ടിയത്. നബീസയെ കാണാനില്ലെന്ന് പരാതിപ്പെടാനും മൃതദേഹം കണ്ടെത്തിയപ്പോൾ പോലീസിന് മൊഴി നൽകാനും ബഷീർ മുന്നിലുണ്ടായിരുന്നു. ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ ഫോണിലെ കോൾ ലിസ്റ്റും പരിശോധിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. ഫസീലയുടെ 43 പവൻ സ്വർണ്ണാഭരണം കാണാതായിരുന്നു. ഇത് നബീസ എടുത്തതാണെന്നായിരുന്നു ഫസീല പറഞ്ഞിരുന്നത്. ഇത് ഫസീല തന്നെ ഒളിപ്പിച്ചു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. ബഷീറിന്റെ മാതാവിന്റെ ആഭരണം നഷ്ടമായ സംഭവത്തിൽ ഫസീലയ്ക്ക് പങ്കുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു. തർക്കത്തെ തുടർന്ന് ബഷീറിനെയും ഭാര്യയെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഈ സംഭവങ്ങളെല്ലാം നബീസ പുറത്തു പറഞ്ഞതിനാലാണ് നബീസയെ ഇല്ലാതാക്കാൻ ഫസീല തീരുമാനിച്ചത്. നബീസയുടെ മരണത്തോടെ തന്റെ ചീത്തപ്പേരുകൾ മാറുമെന്ന കണക്കുകൂട്ടലിലാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. അതേസമയം നേരത്തെ ഭർത്താവിന്റെ അച്ഛൻ മുഹമ്മദിന് 2 വർഷത്തോളം വിഷം ചെറിയ അളവിൽ നൽകി കൊലപ്പെടുത്താൻ ഫസീല ശ്രമിച്ചിരുന്നു. 2015-ൽ മുഹമ്മദ് ഇത് കണ്ടുപിടിച്ചതോടെ പരാതി നൽകുകയായിരുന്നു. മുഹമ്മദിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലാണ് ഫസീലയ്ക്ക് 5 വർഷം കഠിന തടവും 1/2 ലക്ഷം രൂപ പിഴയും ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. ഈ കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ ജാമ്യത്തിലിറങ്ങി. തുടർന്ന് ഇരുവരും എറണാകുളത്ത് താമസിക്കുകയായിരുന്നു. ഭർത്തൃമാതാവിന്റെ മരണത്തിലും ഫസീലയ്ക്ക് പങ്കുണ്ടെന്നും ഇക്കാര്യത്തിലും അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു.